+2 കെമിസ്ട്രിയിലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററിലെ ഒരു ഇൻടെക്സ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ചോദ്യം ഇതാണ്: വാലൻസ് ബോണ്ട് തിയറിയുടെ ബേസിൽ സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ ഉള്ള ഈ ഒരു കോമ്പൗണ്ട് NiCN4 2- എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് ഡയാമാഗ്നറ്റിക് ആണെന്നും അതേപോലെ ടെട്രാഹെഡ്രൽ ജിയോമെട്രി ഉള്ള NiCl4 2- എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് പാരാമാഗ്നറ്റിക് ആണെന്നും നിങ്ങൾ പ്രൂവ് ചെയ്യണം. യെസ്, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. യെസ്, രണ്ടുപേരും നിക്കലാണ് സെൻട്രൽ മെറ്റൽ അയോൺ. നിങ്ങൾക്കറിയാം നിക്കലിൽ രണ്ടുപേരുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d8 4s2 എന്നാണ് വരിക. എന്നാൽ ഇവിടെ നിക്കൽ Ni2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ, അതായത് 4s-ലുള്ള 2 ഇലക്ട്രോൺസ് അവിടെ ഇല്ല, 4s വേക്കന്റ് ആണ്. സോ രണ്ടുപേർക്കും വരിക 3d8 കോൺഫിഗറേഷൻ ആണ്. സോ നമുക്ക് രണ്ടുപേർക്കും 3d8 വരയ്ക്കാം. 1 2 3 4 5 6 7 8. രണ്ടാമത്തെ കോംപ്ലക്സ് 1 2 3 4 5 6 7 8. ഓക്കെ, രണ്ടുപേർക്കും 3d8 ആണ് കോൺഫിഗറേഷൻ. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ കോംപ്ലക്സിൽ ഫസ്റ്റ് കോംപ്ലക്സിൽ ലിഗാൻഡ് എന്ന് പറയുന്നത് CN ആണ്. സയാനോ ആണ് ലിഗാൻഡ് എന്ന് പറയുന്നത്. സയാനോയുടെ പ്രത്യേകത എന്താണ്? അതൊരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അൺപെയർഡ് ആയിട്ട് നിൽക്കുന്ന ഈ 2 ഇലക്ട്രോൺസും അവിടെ പെയർഡ് ആകും. യെസ്, അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഈ ഒരു ഇലക്ട്രോൺ ഇവിടെ പെയറിങ് നടന്ന് ഇങ്ങനെയാവും. സോ അവിടെ ഒരു വേക്കന്റ് d ഓർബിറ്റൽ കൂടി വരുന്നുണ്ട്. അപ്പൊ 4 സയാനോ വരുന്ന സമയത്ത് ഹൈബ്രിഡൈസേഷൻ എങ്ങനെ വരയ്ക്കാൻ സാധിക്കും? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് DsP2 ഹൈബ്രിഡൈസേഷൻ ആണ്. 4 സയനോ ലിഗാൻഡുകളാണ്. അപ്പോൾ 1 2 3 4. സോ ഹൈബ്രിഡൈസേഷൻ എന്താണ്? DsP2 ഹൈബ്രിഡൈസേഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ജോമെട്രി സ്ക്വയർ പ്ലാനാർ ആവുന്നത്. എന്നാൽ രണ്ടാമത്തെ കോംപ്ലക്സിൽ, സെക്കൻഡ് കോംപ്ലക്സിൽ Cl ആണ് ആര്? ലിഗാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ Cl- പ്രത്യേകത എന്താ? ഇറ്റ്സ് എ വീക്ക് ഫീൽഡ് ലിഗാൻഡ്. അതുകൊണ്ട് തന്നെ ഇവിടെ പെയറിംഗ് ഒന്നും നടക്കുന്നില്ല. അപ്പൊ വേക്കന്റ് d ഓർബിറ്റൽസ് അവൈലബിൾ അല്ല. സോ ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. 4 ഓർബിറ്റൽസ് ആണ് ആവശ്യം. ഹൈബ്രിഡൈസേഷൻ is sp3. ഇത് sp3 ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ടാണ് ഇതിന്റെ ജോമെട്രി ടെട്രാഹെഡ്രൽ ആയത്. ആദ്യത്തേതിൽ നിങ്ങൾക്കറിയാം അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഒന്നും തന്നെ പ്രസന്റ് അല്ല. അതുകൊണ്ട് ഈ കോംപ്ലക്സ് ഒരു ഡയമാഗ്നറ്റിക് കോംപ്ലക്സ് ആയി. രണ്ടാമത്തെ കോംപ്ലക്സിൽ Cl വരുന്ന കോംപ്ലക്സിന്റെ പ്രത്യേകത എന്താണ്? ഈ കോംപ്ലക്സിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കോംപ്ലക്സ് ഒരു പാരാമാഗ്നറ്റിക് കോംപ്ലക്സ് ആണ്.